നമ്മൾ ഈ കോൺഫിഡൻറ്റ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസം, ധൈര്യമുള്ള വിശ്വാസം എന്നെല്ലാം പറയുമ്പോൾ ദൈവത്തെ അറിയുന്ന വിശ്വാസം, അത് രക്ഷിക്കുന്ന വിശ്വാസം എന്നത് ദൈവത്തെക്കുറിച്ചറിയുന്ന വിശ്വാസമാണ്. ദൈവത്തെക്കുറിച്ചറിയുക, ദൈവത്തെ അറിയുക രണ്ടും രണ്ടാണ്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. നിന്നെ കുറിച്ചല്ല, നിന്നെ. ദൈവമേ, എനിക്ക് നിന്നെ അറിയണം. സ്തോത്രം. എനിക്ക് നിന്നെ അറിയണം. ഒന്നാലോചിച്ച് നോക്കിയേ. സ്തോത്രം. അപ്പോ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് എന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പൈതലായി തീർന്നാൽ പിന്നെ ദൈവത്തെക്കുറിച്ചല്ല അറിയേണ്ടത്, ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. അതിന് മോശയോട് ദൈവം പറഞ്ഞ എന്നാന്നറിയാം? അതെ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ ചെയ്യുന്നതെല്ലാം നീ കാണാൻ പോവാന്ന്. ദൈവ പൈതല് ദൈവത്തെക്കുറിച്ച് അറിയുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ദൈവത്തെ അനുഭവിച്ചറിയുന്ന ഒരനുഭവത്തിലേക്ക് നാം മാറണം. നാം വിശ്വസിക്കണം, എൻ്റെ കൂടെ ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന എൻ്റെ വെല്ലുവിളി, ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന എൻ്റെ ബുദ്ധിമുട്ട്, ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയം, ആ വിഷയത്തിൽ ഒരു ദൈവപ്രവൃത്തി ഞാൻ കാണുക തന്നെ ചെയ്യും. എൻ്റെ ദൈവം കയ്യും കെട്ടിയിരിക്കുന്ന ദൈവമല്ല, എൻ്റെ ദൈവം ബലഹീനനല്ല, എൻ്റെ ദൈവം ഭയപ്പെടുന്നവനല്ല. ഒരു പക്ഷെ ഞാൻ ബലഹീനനായിരിക്കാം, വിഷയങ്ങൾ എന്നേക്കാൾ വലുതായിരിക്കാം, പക്ഷെ എൻ്റെ കൂടെയുള്ള ദൈവം, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്.